കല്യാണം, വീട് വെപ്പ്, സ്ഥലം വാങ്ങൽ, അങ്ങനെ തുടങ്ങി ജീവിതത്തിൻ്റെ സുപ്രധാനമായ കാര്യങ്ങളിലൊക്കെ എല്ലാവർക്കും കാഴ്ചപ്പാടുകളും നിലപാടുകളും സ്വപ്നങ്ങളും ഒക്കെ ഉണ്ടാവും. പക്ഷേ ഇതിലേക്കൊക്കെ നമ്മൾ ഇറങ്ങുമ്പോൾ കുടുംബങ്ങളിൽ നിന്ന്, കൂട്ടുകാരിൽ നിന്ന്, സമൂഹത്തിൽ നിന്ന് നമ്മൾ നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളെക്കുറിച്ചാണ് എനിക്ക് നിങ്ങളോട് ഇന്ന് സംസാരിക്കാനുള്ളത്. അതായത് ഒരു ശരാശരി വരുമാനം കൊണ്ട് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന സാധാരണക്കാരായ മനുഷ്യരെ നിത്യകടത്തിലേക്ക് തള്ളിവിട്ട് ജീവിതത്തെ വരിഞ്ഞു മുറുക്കി പ്രയാസത്തിന് മുകളിൽ പ്രയാസവുമായി ജീവിക്കേണ്ടി വരുന്ന അവസ്ഥ സംഭവിക്കുന്ന ഹതഭാഗ്യരെക്കുറിച്ച്. നമ്മളിന്ന് വലിയ മത്സരത്തിലാണ്. വീട് വെക്കുമ്പോൾ, കല്യാണം നടത്തുമ്പോൾ, വണ്ടി വാങ്ങുമ്പോൾ, അങ്ങനെ എല്ലാത്തിനും അഭിമാനത്തിൻ്റെ മാനദണ്ഡമായി ആർഭാടങ്ങളെ അനുകരിക്കാൻ ശ്രമിക്കുന്നവർ. കടം വാങ്ങിയും ലോണെടുത്തും പലിശക്ക് പണമെടുത്തും വലിയ വലിയ വീടുകൾ പണിയുന്നവരിൽ പലരും സത്യത്തിൽ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയല്ല, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി കൂടിയാണ്. വലിയ പലിശ കൊടുത്ത് ആർഭാട വാഹനങ്ങൾ വാങ്ങുന്നവരിൽ പലരും അവൻ്റെ വണ്ടിയേക്കാൾ ഉഷാറ് എൻ്റെ വണ്ടിയാണെന്ന് നാട്ടുകാർ പറയാൻ വേണ്ടിയാണ്. ഒരു സാധാരണക്കാരനായ വ്യക്തിക്ക് അവൻ്റെ ചുറ്റുപാടിനനുസരിച്ച് നടത്താൻ കഴിയുന്ന വിവാഹമെന്ന സുന്ദരമായ ചടങ്ങിനെ ഞാനും മോശക്കാരനല്ല എന്ന് പറയിക്കാൻ വേണ്ടി പെരും കല്യാണങ്ങളാക്കി മാറ്റി വലിയ വലിയ ബാധ്യതകളിലേക്ക് നീന്തിപ്പോകുന്നവർ. ലോണെടുത്ത് പണം കൊണ്ട് മതിലുകളും ഗേറ്റുകളും ഉണ്ടാക്കി ഇവരൊക്കെ ഈ വീടുകൾക്കുള്ളിൽ ആരും അറിയാതെ ഇരിക്കുന്നത് കനലെരിയുന്ന മനസ്സുമായിട്ടാണെന്ന് എത്ര പേർക്കറിയാം. നമുക്കിടയിലുള്ള പകുതിയിലധികം ആളുകളുടെയും വീടും സ്ഥലവും വണ്ടിയുമെല്ലാം സത്യത്തിൽ അവരുടേത് മാത്രമല്ല, നാട്ടിലെ ബാങ്കുകൾ കൂടി അവകാശമുള്ളതാണ്. അടവൊന്ന് തെറ്റിയാൽ, ഒരു മാസത്തെ വരുമാനമൊന്ന് നിലച്ചാൽ പലിശയുടെ മുകളിൽ പലിശ കയറി ടെൻഷൻ അടിച്ച് കഴിയുന്നവരാണ് അധികം ആളുകൾ. സമൂഹത്തിൻ്റെ ആരും കാണാത്ത സമ്മർദ്ദങ്ങളിൽ വഴുതി വീണ് ജീവിതകാലം മുഴുവൻ കടവുമായി ജീവിക്കുന്ന സാധാരണക്കാരുടെ അവസ്ഥകൾ ചർച്ച ചെയ്യപ്പെടേണ്ടത് ഈ ഒരു കാലഘട്ടത്തിൻ്റെ അനിവാര്യതയാണെന്ന് മനസ്സിലാക്കുന്നു. പലിശ വാങ്ങരുതേ, പലിശ കൊടുക്കരുതേ, പലിശക്ക് കൂട്ടുനിൽക്കരുതേ എന്ന് കർശനമായി നിർദ്ദേശിച്ച ഒരു വിശ്വാസത്തിൻ്റെ ആളുകളാണ് ഇതിലേക്കൊക്കെ കൂടുതൽ വഴുതി പോകുന്നത് എന്നതാണ് ഏറ്റവും അത്ഭുതകരമായ കാര്യം. ആശയപരമായ ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് പോലും മൈക്ക് കെട്ടി പരസ്പരം സംവാദങ്ങൾ നടക്കുന്ന പണ്ഡിതന്മാരിൽ പലരും ഈ കാര്യങ്ങളൊന്നും പറഞ്ഞറിയിച്ചു കൊടുക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. കയ്യിൽ പൈസ ഉള്ള ആളുകൾ വീടെടുക്കുന്നതോ കല്യാണം നടത്തുന്നതോ അല്ല ഞാൻ പറയുന്നത്. അവരോട് മത്സരിക്കാൻ വേണ്ടി സാധാരണ ജനങ്ങൾ, സാധാരണക്കാരായ ആളുകൾ, ചെറിയ വരുമാനം കൊണ്ട് ജീവിക്കുന്ന ആളുകൾ അതിലേക്ക് വഴുതി വീഴുന്നതിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഇവിടെയെല്ലാം നോർമലൈസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. സാധാരണ ജീവിതത്തിൽ തന്നെ സാധാരണക്കാരന് എത്തിപ്പിടിക്കാൻ കഴിയാത്ത ചിലവുകളുള്ള ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നതെന്ന് ഓർക്കണം. മക്കളുടെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യമായാലും, വസ്ത്രങ്ങൾ എടുക്കുന്ന കാര്യമായാലും, ചെറിയ സൽക്കാരങ്ങൾ സംഘടിപ്പിക്കുന്ന കാര്യമായാലും, അതിൽ വിഭവങ്ങൾ വിളമ്പുന്ന കാര്യമായാലും, പഴയ കാലത്തിൽ നിന്നും പുതിയ കാലത്തിൽ എത്തി നിൽക്കുമ്പോൾ അതിൻ്റെ സങ്കല്പവും രീതികളും ചിലവുകളും എല്ലാം മാറി മറിഞ്ഞിട്ടുണ്ട്. കല്യാണത്തിനൊക്കെ ഇപ്പോൾ 1/2 ഡസനിലധികം പുതിയ ആചാരങ്ങളും രീതികളും കയറി വന്നിട്ടുണ്ട്. പുതു ജോഡികളിപ്പോൾ മാസാന്തം എടുക്കുന്ന രീതിയിലേക്ക് ഓടിപ്പോയിട്ടുണ്ട്. കയ്യിൽ പൈസയുള്ള ആളുകൾ വീടെടുക്കുന്നത് കണ്ടിട്ട് നമ്മളും അതുപോലെ 4000-5000 സ്ക്വയർ ഫീറ്റ് വീടുകൾ എടുക്കുന്നതിന് പകരം, അല്ലെങ്കിൽ പെരും കല്യാണങ്ങൾ നടത്തുന്നതിന് പകരം ഒന്ന് ചെറുതായി ചിന്തിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള കാലം നമുക്ക് ജീവിതത്തിൽ സമാധാനം ഉണ്ടാകും. 4000-4500 സ്ക്വയർ ഫീറ്റ് വീടുകൾ എടുക്കുന്നതിന് പകരം 1000-1500 സ്ക്വയർ ഫീറ്റ് വീടെടുത്ത് അതിൽ AC വെച്ച് കിടന്നാൽ ആരും വാതിൽക്കൽ വന്ന് പണത്തിന് വേണ്ടി ചോദിക്കുകയില്ല. നമുക്കുള്ളതിനനുസരിച്ച് ജീവിക്കുക. നമുക്കുള്ളതിനനുസരിച്ച് ജീവിക്കുമ്പോഴാണ് നമുക്ക് സമാധാനവും സന്തോഷവും ഉണ്ടാവുക.